ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മളോടൊപ്പം ഹാർവസ്റ്റ് ടി വിയിൽ ഈ ഇൻ്റർവ്യൂ എന്ന ഈ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷിബു ജോൺ, ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്റർ വർഗീസ് മാത്യുവോടൊപ്പം സഹശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. വെൽക്കം. ഹാർവസ്റ്റ് ടി വിക്ക് വേണ്ടി പാസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററിൻ്റെ ജീവിത അനുഭവങ്ങൾ മാത്രമല്ല, ക്രിസ്താനുഭവം, നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയതാണല്ലോ കുടുംബമായി. അപ്പം ആദ്യകാല ജീവിത അനുഭവത്തോടൊപ്പം ആത്മീയ അനുഭവങ്ങളോടൊപ്പം ഈ ദേശത്തേക്ക് വരുവാനുള്ള കാരണം, ഈ ദേശത്ത് വന്ന അനുഭവങ്ങൾ, അത് പ്രാരംഭമായി ചുരുക്കമായി ഒന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. എന്നെ ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. ഇതുവരെ അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ദൈവം അനുവദിച്ചങ്ങനെ വന്നതുകൊണ്ട് അത് ദൈവഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഒറിജിനലി എൻ്റെ പിതാവിൻ്റെ വീട് കുറിയന്നൂർ എന്ന് പറയും. കുറിയന്നൂർക്കാരാണ്. പക്ഷേങ്കിൽ പിതാവിൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിലായിരുന്നു. 1980 എനിക്ക് 17 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വരികയും പിന്നെ അവിടുന്ന് പഠനം തുടരുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ സെറ്റിൽ ചെയ്തു. 17ാമത്തെ വയസ്സിൽ തന്നെ, ആ വർഷം തന്നെ ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ ഇടയായി. അപ്പോൾ തന്നെ മർത്തോമയിൽ തന്നെ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിതാവിൻ്റെയും മാതാവിൻ്റെയും വീട്ടുകാർ മർത്തോമ ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ നല്ല ചിട്ടയോടുകൂടിയ അനുസരണത്തോടുകൂടിയ ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു എൻ്റേത്. പ്രത്യേകിച്ച് സാക്ഷിയൊക്കെ ആളുകൾ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ സാക്ഷ്യങ്ങളൊന്നുമില്ല. ഒരു പക്ഷെങ്കിൽ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളർന്നുകൊണ്ട് പേടി, ഭയം കൊണ്ട്, ഫിയർ ഔട്ട് ഓഫ് റെവറൻസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അധികം പാപമൊന്നും ചെയ്യാൻ ഇടയായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിൽ. പക്ഷെങ്കിൽ 1980 എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എൻ്റെ അതേ പ്രായക്കാരൻ, അല്ലെങ്കിൽ ഒരു പക്ഷേ ചില മാസങ്ങൾക്ക് വ്യത്യാസമുള്ള ഒരു യൗവനക്കാരൻ, തലവടി സ്വദേശി ഒരു എബി മാത്യു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി വരികയും, എൻ്റെ ഒരു കസിൻ, അദ്ദേഹം ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിൻ്റെ ഡയറക്ടറായിരുന്നു, അദ്ദേഹം മൂലം പരിചയപ്പെടുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞാനുമായിട്ട് ബന്ധപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് സന്ദർഭവശാൽ ഒരു ചിൽഡ്രൻസ് ക്യാമ്പിന് ഞാൻ വോളണ്ടിയർ ആയിട്ട് എന്നെ വെറുതെ പോയതാണ്, എന്നോട് സംസാരിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കതിനെക്കുറിച്ച് വലിയ പരിചയമില്ല എന്ന് ഞാൻ പറയുകയും അദ്ദേഹം അത് വിശദമായി എന്നോട് സംസാരിക്കുകയും ദൈവവചനത്തെ ആസ്ഥാനമാക്കി അദ്ദേഹം അടിസ്ഥാനത്തിൽ എന്നോട് സംസാരിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് എന്നോട് അദ്ദേഹം പറയുകയും, അപ്പോൾ തന്നെ അനുസരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അത് പിന്നീട് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരികയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അത് 1980 പ്രോബബ്ലി ബൈ December, the month of December, and I don't remember the exact date, but I remember the month. അപ്പം 2017 വയസ്സുള്ളപ്പോഴാണ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. അപ്പോഴും ഒരു സ്റ്റോഞ്ച് മർത്തോമൈറ്റ് എന്നതിനേക്കാൾ കൂടുതൽ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ പോകുന്ന ഒരു കുടുംബത്തിൽ തന്നെ ആയിരുന്നതുകൊണ്ട് അങ്ങനെയുള്ള കരിസ്മാറ്റിക് മീറ്റിങ്ങുകൾക്ക്, കരിസ്മാറ്റിക് എന്ന് പറഞ്ഞാൽ കാത്തലിക് കരിസ്മാറ്റിക് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഉണർവ് യോഗങ്ങൾക്ക് പോകുന്ന ഒരു 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 ട്രഡീഷൻ എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ധാരാളം മീറ്റിങ്ങുകൾ അതിനുശേഷം തുടർമാനമായി പോവുകയും, ഇതേ സഹോദരൻ എബി മാത്യു എൻ്റെ കസിനും കൂടെ ചേർന്ന് എനിക്ക് വേണ്ടി ഒരു പ്രെയർ ഒരു സ്റ്റാർട്ട് ചെയ്തു. തിരുവനന്തപുരം മ്യൂസിയത്തിൽ എല്ലാ ശനിയാഴ്ചയും 6 മണി മുതൽ 8 മണി വരെ, അതൊരു 9:30 വരെയൊക്കെ പോകുമായിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു ഫൗണ്ടേഷനായിരുന്നു. ഈ മ്യൂസിയത്തിൽ അങ്ങനെ അതിനുള്ള സംവിധാനമൊന്നുമില്ല. നമ്മൾ വെളിയിൽ ഒരു പുൽത്തകിടിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവിടെ ഒരു ലൈറ്റുള്ള ഒരു ഏരിയയിലായിരുന്നു. അപ്പോൾ അത് ഇരട്ടിയാലും കുഴപ്പമില്ല. അത് 80 മുതൽ ഇദ്ദേഹം എഞ്ചിനീയറിങ് കഴിഞ്ഞ് പോകുന്നവരെ, അദ്ദേഹം ഈ കോഴ്സ് ലാഗ്, പുള്ളിയുടെ കുഴപ്പം കൊണ്ടല്ലേ ഈ സ്ട്രൈക്കും കാര്യമൊക്കെ വരുന്നുണ്ട്, കോഴ്സ് ലാഗ് വരുന്നുണ്ട്. അദ്ദേഹം പോകുന്നവരെ അത് 85 വരെ അതവിടെ തുടർന്നിരുന്നു. അന്ന് ഞങ്ങളുടെ കൂടെ ഒരു 6 പേരുണ്ടായിരുന്നു. അതിൽ 5 പേരും
കർത്താവിനോട് ചേർന്ന് നടക്കുന്നവരോ ഒരാൾ ചേർന്ന് നടക്കുന്നുണ്ടെങ്കിലും അത്ര ആയിട്ടില്ല. സഹോദരനെ ഓർത്ത് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരെയും ദൈവം ഉന്നത സ്ഥാനങ്ങളിൽ കൊണ്ടുവന്നു. ഭൗതികമായും പദവികളിലൊക്കെയും ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന പലരും ഉണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എൻ്റെ ആ സ്നേഹിതൻ എബി മാത്യു ദുബായിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം തിരുവല്ലയിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുക. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ചെറിയ ഫെലോഷിപ്പ് ഉണ്ട്. അദ്ദേഹം CSI സഭ വിശ്വാസിയാണ്. അപ്പോൾ അതാണ് ആ ഒരു പശ്ചാത്തലം. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്ന് ദേവദാസനെ അവിടെ നിന്ന് ദൈവം പിന്നീട് സ്നാനം, വിശ്വാസ ജീവിതം, പെന്തക്കോസ് വിശ്വാസവുമായിട്ടുള്ള അടുപ്പം, ബന്ധം, അതിൽ നിന്നുള്ള വളർച്ച, പിന്നീട് കാനഡയിലേക്ക് ദേവദാസൻ കടന്നു വന്നു. ആ ട്രാൻസിഷൻ 1986 ഞങ്ങളുടെ കുടുംബപരമായ ഒരു വിഷയം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. അത് 2 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കുടുംബമായിട്ട് അതൊന്ന് പിടിച്ച് കുലുക്കിയെന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തിപരമായി എന്നെ അത് വളരെ ചാലഞ്ച് ചെയ്തൊരു കാര്യമായിരുന്നു. എന്തുകൊണ്ട് ആത്മീയമായി ഉള്ള ഒരു ഭവനത്തിൽ, ആത്മീയത പൂർണ്ണമായി പാലിക്കുന്ന ഭവനത്തിൽ എന്തുകൊണ്ടത് സംഭവിച്ചു? അതൊരു വലിയ ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് ഒരു ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റായിട്ട് ആ സമയത്ത് കുറച്ചുകൂടെ ദൈവമായിട്ട് അടുത്ത് പോകുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഏത് മീറ്റിങ്ങിന് പോയാലും ഈ ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു. എന്താ കർത്താവ് ഇത്? വൈ ഇറ്റ് ഹാപ്പൻഡ് ഇൻ മൈ ഫാമിലി? മൈ പേരൻസ് ആർ സോ they are very honest people, faithful people, prayerful people. അവർ കൂട്ടായ്മയും ഇതും അല്ലാതെ വേറെ ഒരു പരിപാടിക്കും പോകുന്ന ആളല്ല. പിന്നെ എന്തുകൊണ്ട് വന്നു? അത് ഞാൻ ഈ ചോദ്യം പല മാസങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, സഹോദര, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതൊന്നും എനിക്കന്ന് മനസ്സിലായില്ല. പക്ഷെങ്കിൽ ആ 86 മുതൽ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് എനിക്ക് വ്യക്തിപരമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ഇതിനിടയ്ക്കുള്ള ട്രാൻസിഷന് മുമ്പും എൻ്റെ വളരെ ചെറുപ്പകാലത്തായി രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ ഇൻ്റർ കോളേജിയറ്റ് ഇവാഞ്ചലിക്കൽ യൂണിയൻ എന്നും പറഞ്ഞൊരു സംഘടനയുണ്ട്. UESI എന്ന് പറയും, യൂണിയൻ ഓഫ് ഇവാഞ്ചലിക്കൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ ലോക്കൽ യൂണിറ്റിനാണ് EU യൂണിറ്റ്സ് എന്ന് പറയും, ICU എന്ന് പറയും. അതിൻ്റെ തിരുവനന്തപുരം ചാപ്റ്ററിൽ അറിഞ്ഞോ അറിയാതെയോ വളരെയധികം ഞാൻ ഇൻവോൾവ്ഡായി. അതിൻ്റെ കാരണം ഞാൻ ആദ്യ ദിവസം ചെന്നപ്പോൾ അന്ന് അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരുന്ന ഒരു ജെയിംസ് തോമസ് എന്ന് അദ്ദേഹം കർത്താവിനോടുകൂടെ ചേർക്കപ്പെട്ടു, വർഷത്തിൽ ശ്രമിക്കുന്നു. അദ്ദേഹം പ്രസംഗിച്ചത് 2 കിങ്സിൽ നിന്നായിരുന്നു. ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ വീണ ആ ഭാഗമായിരുന്നു അന്നേരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് നിർത്തിയത് ഇങ്ങനെയായിരുന്നു, then Elisha asked Elijah, shall I go and kiss my parents and come back? Then Elijah said, yes, go and kiss your parents and come back, but remember what I have done for you. Hallelujah, hallelujah. ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർത്തുകൊള്ളണം. പോയി നിൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ച മടങ്ങി വരിക. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ ദിവസം തന്നെ അദ്ദേഹം അൺയൂഷ്വലായിട്ട് ഒരു ഓൾട്ടർ കോൾ പോലെ കർത്താവിന് വേണ്ടി ആർക്കൊക്കെ പോകാൻ, കർത്താവിന് വേണ്ടി നിൽപ്പാൻ തയ്യാറുണ്ടെന്നുണ്ട്. എൻ്റെ ഒരു അറിവില്ലായ്മയുടെ കാലഘട്ടം എന്ന് പറയാം. ഞാൻ എഴുന്നേറ്റു, എൻ്റെ കൂടെ 3 പേര് എഴുന്നേറ്റു, 2 പേര് എഴുന്നേറ്റു. ഞങ്ങൾ 3 പേരും വ്യത്യസ്ത നിലകളിൽ പല രാജ്യങ്ങളിൽ കർത്താവിനെ സേവിക്കുന്നു. ഇപ്പോൾ അതിലൊരാളാണ് ഫിലിപ്പ് ചെറിയാൻ, പിന്നെ ഒരാളാണ് മാത്യു ഫിലിപ്പ് എന്ന് പറയും. അദ്ദേഹം ഒരു പാസ്റ്ററാണ്, USA ഫിലിപ്പ് ചെറിയാൻ ഈസ് എ വെൽ നോൺ സ്പീക്കർ അറൗണ്ട് അങ്ങനെ. അപ്പം ഈ 3 പേര് ആണ്. അന്ന് ഒരു വോൾട്ടർ കോളിൽ ഒരു നിയോഗം കിട്ടി. ചെറിയ ഗ്രൂപ്പ്, ഒരു 30 പേരേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്താണ്. ആബ്സല്യൂട്ട്ലി. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേര് എഴുന്നേറ്റത്. 3 രാജ്യങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിലിപ്പ് ചെറിയാൻ എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. അതോ ഇഫ് ഐ എം മിസ്റ്റേക്കൺ, മൈ അപ്പോളജി. അദ്ദേഹം വളരെ ശ്രേഷ്ഠകരമായ കർത്താവ് ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പല സംഘടനകളിൽ പുള്ളിയെ വിളിക്കാറുണ്ട്. ICPF, UESI, ടാഫ്റ്റി, ഇങ്ങനെയുള്ള പല സംഘടനകളിൽ അദ്ദേഹവും ഈ എബി മാത്യുവിൻ്റെ ജൂനിയറായിട്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ തന്നെ സ്നാനം,
സ്നാനം അതിന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് നടന്നത്. കാരണം സ്നാനപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനൊരു ഒരു 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 പുഷ് തരാൻ ആരുമില്ലായിരുന്നു. ഒത്തിരി പെന്തിക്കോസ് പാസ്റ്റേഴ്സ് എൻ്റെ വീട്ടിൽ വരികയും ഭവനത്തിൽ വരികയും ഉപവാസ പ്രാർത്ഥനയൊക്കെ ചെയ്യും. അവരാരും അത് പറയാൻ അത് കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് ദൈവത്തിൻ്റെ സമയമല്ലായിരുന്നിരിക്കാം. എന്നിട്ട് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ദൈവദാസനോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ഞാൻ പെന്തക്കോസ്ത് ആരാധനയെ പോയിക്കൊണ്ടിരിക്കുന്നുള്ള കാര്യം ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഞാൻ സാധാരണ മറ്റുള്ള പള്ളികൾ സാറിന് വളരെ അപൂർവമായിട്ട് പോകും. ഞാൻ ഇച്ചിരി പാട്ടൊക്കെ പാടുന്ന കൂട്ടത്തിൽ ആയിരുന്നത് കൊണ്ട് പാട്ട് പാടാനൊക്കെ അതിന് മാത്രം പോകും. ആരാധനയ്ക്ക് ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ പേര് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞ അച്ചായ എന്നെ ഒന്ന് സ്നാനപ്പെടുത്തണം. അപ്പോൾ പുള്ളി പറഞ്ഞ് ആലോചിച്ചിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ നല്ലവണ്ണം ആലോചിച്ചു. പുള്ളി പറഞ്ഞ് കുറച്ചുകൂടെ കഴിയട്ടെ. അപ്പോൾ ഇത് നീട്ടി കൊണ്ടുപോയി. അവസാനം അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ വിശ്വാസഗോളത്തിലും ശുശ്രൂഷയിലും വളരെ പ്രശസ്തനായ ഒരു കർത്തദാസനെ കൊണ്ട് സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ പോകേണ്ട വൈകുന്നേരം പോകേണ്ട രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് മംസ് വന്നു. നമ്മുടെ നാട്ടിൽ മുണ്ടിനീരെന്ന് പറയും. അപ്പോൾ അത് വളരെ ഗുരുതരമായി വന്നു. എനിക്കങ്ങ് വലിയ നിരാശയായി. പോകാൻ പറ്റിയില്ല. ഉച്ചയ്ക്ക് ഞാൻ ഈ ദൈവദാസനെ നാട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല. പുള്ളി പറഞ്ഞു ഞാനും വിളിക്കാൻ പോകുമായിരുന്നു, എനിക്ക് ചിക്കൻ ബോക്സ് ആയിട്ടിരിക്കുക. ഞാനങ്ങ് വളരെ നിരാശനായി. അപ്പോൾ അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നിരാശനാകണ്ട, ദൈവത്തിൻ്റെ സമയം ദൈവം നടത്തും. അങ്ങനെ ചില ആഴ്ചകൾ ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി ട്രിവാൻഡ്രത്ത് വന്നു. ഞാൻ പറഞ്ഞപ്പോൾ എന്നാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു ഇപ്പോൾ പോകുന്നൊരു ഫെലോഷിപ്പില്ലേ, ആ പാസ്റ്ററിനെ കൊണ്ട് തന്നെ പരസ്യമായിട്ട് അങ്ങ് സ്നാനപ്പെടുന്നതല്ലേ എൻ്റെ ഭംഗി, എന്തിനാ ഈ തിരുവല്ലായിലും മല്ലപ്പള്ളിയിലൊക്കെ പോയി പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും വിചാരിച്ചേട്ടാ അത് ശരിയായ നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ അന്ന് ഹൈലൻഡ് ഫെലോഷിപ്പ് എന്നും പറഞ്ഞ്, ഹൈലൻഡ് ചർച്ച്, അത് ഫെലോഷിപ്പ് അല്ല പിന്നെ അത് ചർച്ചായി. അവിടുത്തെ പാസ്റ്റർ സുരേഷ് ചെറിയൻ, അദ്ദേഹം എൻ്റെ പഴയ സ്നേഹിതനാണ്. മർത്തോമേലായിരിക്കുമ്പോഴേ ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ വൈകിട്ട് ചെന്ന് പറഞ്ഞു സുരേഷ് എനിക്കൊന്ന് സ്നാനപ്പെടണമെന്ന്. സോ ഹി വാസ് വെരി ഷോക്ക്ഡ്. ഓൾ ഓഫ് എ സഡൻ ഔട്ട് ഓഫ് ദ ബ്ലൂ ഹി കെയിം ആൻഡ് സെഡ് എന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഒരു നിയർ ബൈ ഡേറ്റിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇന്ന് സ്നാനപ്പെടാം, ഇന്ന് അതിനുള്ള സംവിധാനമുണ്ടെന്ന്. അന്ന് തന്നെ ഞാൻ എൻ്റെ ഫാദറിന് ഒരു ട്രീറ്റ്മെൻറ്റിന് പോയിരിക്കുകയായിരുന്നു. അവിടെ ചെന്ന് പറഞ്ഞു, മമ്മിയോടും പറഞ്ഞു, അപ്പയോടും പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര മണിക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 മണിക്കായിരിക്കും. ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ഓർക്കണം ആ സമയത്ത് എൻ്റെ മാതാപിതാക്കളൊന്നും സ്നാനം ഏറ്റിട്ടില്ല. മദറും പറഞ്ഞു, മമ്മിയും പറഞ്ഞു ആ സമയത്ത് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കൃത്യസമയത്ത് പോയി സ്നാനപ്പെട്ടു. ഞാൻ ട്രിവാൻഡ്രം PMG ചർച്ചിൻ്റെ സ്വിമ്മിംഗ് പൂൾ അവിടെയുള്ള സ്നാനക്കുളത്തിലായിരുന്നു. ഞാനും വേറെ ഉണ്ട് കുറച്ച് സഹോദരിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്നാനമൊക്കെ പെട്ട് ഞാൻ നനഞ്ഞ ആ വസ്ത്രത്തോടെ കാർ ഓടിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ വന്ന് അവിടെ വണ്ടി കാർ പോർച്ചിൽ നിർത്തിയപ്പോൾ എൻ്റെ മമ്മി ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു മോനെ ഞാൻ നിൻ്റെ സ്നാന സമയത്ത് കറക്റ്റ് 10 മണിക്ക് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ സെക്കറിയ പ്രവചനത്തിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് കിട്ടി. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന യോശുവയുടെ അവൻ്റെ വസ്ത്രം മാറി അവനെ പുതിയ വസ്ത്രം ധരിപ്പിക്കുക. ദൈവം ഇന്ന് നിന്നെ ഒരു പുതിയ വസ്ത്രം ധരിപ്പിച്ചിരിക്കുക. എനിക്ക് തോന്നുന്ന ഒരു ശുശ്രൂഷയ്ക്കും കൂടെ ദൈവം നിന്നെ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓർക്കണം മമ്മിയായത് പറയുന്നത്, മർത്തോമക്കാരി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ദൂത് പറയാണ്. അതൊരു ദൂതാണെന്ന് ഇപ്പം കർത്താവിൻ ദാസൻ പറഞ്ഞ കറക്റ്റായിരുന്നു. അതെൻ്റെ അമ്മ പറഞ്ഞൊരു ദൂതായിരുന്നു. ശുശ്രൂഷയ്ക്കും കൂടി തന്നെ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞാൽ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി, കാരണം അവരെല്ലാം വെയിറ്റ് ചെയ്യുക. അവിടെ ലഞ്ച് ഉണ്ടായിരുന്നു. ഞാൻ ലഞ്ചിന് പോയി വളരെ സന്തോഷത്തോടെ വന്നു. അതിനുശേഷം പിന്നെ വളരെ ഫാസ്റ്റായിട്ടായിരുന്നു ജീവിതത്തിൽ പല കാര്യങ്ങൾ പോയി. മിനിസ്ട്രിയിലേക്കുള്ളതാണ്. അത് കഴിഞ്ഞ് ഞാൻ ചില മാസങ്ങൾക്കുള്ളിൽ വിവാഹിതനായി. അത് കഴിഞ്ഞ് ഞാൻ ഇംഗ്ലണ്ടിൽ പോയി തിയോളജി പഠിക്കാനായിട്ട് പോയി. ചില നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നു. 1998 ഒടുവിലാണ് ഞാൻ കാനഡയ്ക്ക് വരുന്നത്. അതിനെല്ലാം ദൈവം ഓരോ മുഖാന്തരങ്ങൾ ഒരുക്കി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയാൻ എനിക്ക് കഴിയും. പിന്നെ ആ സമയത്ത് ഒരു ദൈവദാസൻ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു
മൂടുപടം മാറിയെടുത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഒരു ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ കായലിൻ്റെ തീരത്ത് വരുന്ന എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ ഒക്കെ പ്രാർത്ഥിക്കും. അപ്പം ഞാനൊരു ദിവസം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നിൻ്റെ വേലയ്ക്കൊക്കെ ഇറങ്ങി, കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, എങ്ങനെയാണെന്ന്, വേല എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും എൻ്റെ കാര്യം എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ലേവിയർക്ക് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിലൊന്നും തന്നെ അവകാശവും ഓഹരിയും കൊടുത്തിട്ടില്ല, പിന്നെയോ അവരുടെ അവകാശവും ഓഹരിയും ഞാൻ എത്രയെന്ന് പറഞ്ഞു. ആമേൻ. ആ ഭാഗം എടുത്ത് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. ഞാൻ 2 കൈ ഉയർത്തി പറഞ്ഞു, നീ എൻ്റെ അവകാശവും ഓഹരിയാണെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. സോ ഐ എം ക്വൈറ്റ് ഷുവർ ഹി ഈസ് മൈ പോർഷൻ ആൻഡ് മൈ ഇൻഹെറിറ്റൻസ് ആൻഡ് ദാറ്റ് പ്രോമിസ് ഇസ് സ്റ്റിൽ there and it's still going on and enjoying the inheritance of my God on a daily basis. ആമേൻ. ഹല്ലേലൂയ. അതും സന്തോഷത്തോടെ പറയാം. അതെ, അങ്ങനെ കുടുംബമായിട്ട് കാനഡയിൽ വന്നു. ആദ്യത്തെ 1 വർഷം വാൻകൂവറിലായിരുന്നു. പിന്നെ ഞങ്ങൾ 99 ഞങ്ങൾ ടൊറൻറ്റോയിൽ വന്നു. ചെറിയൊരു ഫെലോഷിപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. അന്ന് ആ സമയത്താണ് സജി പാസ്റ്റർ ഡോക്ടർ വർഗീസ് മാത്യു അദ്ദേഹം ഇവിടെ വന്ന് ഒരു ചെറിയ ഫെലോഷിപ്പൊക്കെ ആരംഭിച്ച സമയത്ത് അതോടുകൂടെ ഞാനും കൂടി കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും 60 വയസ്സ് കഴിഞ്ഞു. അപ്പം അദ്ദേഹം അന്നേരം ഞാനൊരു കാര്യം പറഞ്ഞു, ചെറിയ ഇമോഷണലായിപ്പോയി, ഇപ്പോഴും ഇമോഷണലാകുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, എന്നെ കൂടെ കൂട്ടിയതാണോ അതോ ഞാൻ കൂടെ കൂടിയതാണോ എന്ന് എനിക്കറിയത്തില്ല, കൂടെ കൂട്ടിയതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും ഒരുമിച്ച് നടക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ കൂട്ടായ്മ ചെറിയൊരു കൂട്ടായ്മയായിരുന്നു. അത് കഴിഞ്ഞ് 2005 ഒക്ടോബറിൽ ഇപ്പോഴത്തെ സഭ ഇന്ത്യ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഞങ്ങൾ 2 ദൈവദാസന്മാർ, ഒരു വിശ്വാസി എന്ന് പറയുന്നതാണ് എൻ്റെ ശരി, ബ്രദർ ബിനു വർഗീസ്, അദ്ദേഹത്തിൻ്റെ പേര് വളരെ സന്തോഷത്തോടെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ഒരു ഫെലോഷിപ്പാണ് ഞങ്ങൾ ആരംഭിച്ചു. ഇന്ന് കർത്താവ് ഇത്രത്തോളം വളർത്തി. സഹോദരൻ ബിനു വർഗീസ് ഇന്ന് നമ്മുടെ സഭയിലെ ഒരു എൽഡറാണ്. അതിനുശേഷം പിന്നെ ഒരു യങ് കപ്പിൾ വന്നു, ഒരു ബ്രദർ നിജു കോശി ആൻഡ് ഹിസ് വൈഫ് ബെറ്റ്സി. അങ്ങനെ 2 വിശ്വാസികളും ഇങ്ങനെ 2 ദിവസന്മാരുമായിട്ട് ആരംഭിച്ചതാണ്. സ്തോത്രം. അത് ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നു. എല്ലാ സ്തുതിയും, എല്ലാ മഹത്വവും, എല്ലാ പുകഴ്ചയും. അപ്പോൾ തന്നെ ഒരു കാര്യം ശിവപാസ്റ്ററിനോട് ചോദിക്കാനുള്ള, പാസ്റ്റർ പറഞ്ഞല്ലോ ദൈവം കൂട്ടിയതാണോ കൂടെ ചേർന്നതാണോ എന്നുള്ളത് അറിയത്തില്ല. നിങ്ങൾ എത്ര വർഷമായി നിങ്ങളിപ്പോൾ ആ ശുശ്രൂഷ, വർഷത്തിൻ്റെ ഒരു ഇത് എത്ര വർഷം? 24 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് 24.5 വർഷം. ഇതൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമാണ്. 2 ദേവദാസന്മാർ മനസ്സ് ചേർന്ന് ഒരുമിച്ച് ദൈവസഭയ്ക്ക് വേണ്ടി ഒരേ ദർശനത്തോടെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചിങ് ആയ കാര്യം. പക്ഷേ നിങ്ങൾ തമ്മിൽ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരവും കർത്താവിൻ്റെ വചനം പറയുന്നു. നിങ്ങൾ തമ്മിലുള്ളൊരു മാനസികമായ ഐക്യവും ആത്മീയ ഐക്യവും അത് സഭയ്ക്കാണ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്നത്. കാരണം അത് ഒരു മെസ്സേജാണത്, നമ്മുടെ ആത്മീയ ഗോളത്തോടുള്ളൊരു മെസ്സേജ്. മാത്രമല്ല കർത്താവിൻ്റെ ദാസന്മാർ എത്രമാത്രം ഐക്യതയുള്ളവരായിരിക്കണം, പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും സൂക്ഷിക്കേണ്ടവരാണ്, പരസ്പരം മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ, ചേർത്ത് പിടിക്കാൻ, നിർത്താൻ. നിങ്ങളുടെ ഒരു ഐക്യതയിലുള്ള ഈ ശുശ്രൂഷ ഒരു മാതൃക കൂടിയാണ് പട്ടണത്തിനും ദേശത്തിനും. അപ്പോൾ അത് ദൈവമാണ് ആ രീതിയിലേക്ക് നിങ്ങളെ പരുവപ്പെടുത്തിയെടുത്തത്. ഇല്ലെങ്കിൽ മനുഷ്യനാകുമ്പോൾ അറിയാമല്ലോ, നമ്മളെല്ലാം ജഡത്തിൽ വസിക്കുന്നു, നമ്മുടെ അകത്തെ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ നമ്മൾ മുന്നേറുമ്പോൾ വിവിധ തരത്തിലുള്ള ചലഞ്ചസുകളാണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതെല്ലാം ഒരുമിച്ച് കൂട്ടായി നേരിടാനുള്ളൊരു ദൈവകൃപ, ഒരു അഭിഷേകം അത് നിങ്ങളുടെ മേൽ കർത്താവ് പകർന്നിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവസഭയ്ക്ക് മാതൃകയായും കർത്താവിൻ്റെ സഭയെ അത് മുന്നോട്ട് ഐക്യതയോടെ നയിക്കുന്നതിനൊരു മുഖാന്തരം പല കാരണങ്ങളിൽ ഒന്നതായിരിക്കും. അപ്പോൾ തന്നെ ഇപ്പോൾ പറഞ്ഞു ബ്രദർ ബിനു വർഗീസ് അദ്ദേഹത്തോട് ചേർന്നില്ല, അദ്ദേഹവും ഇപ്പോൾ നിങ്ങളോട് ചേർന്ന് എൽഡർ എന്നുള്ളൊരു പദവിയിൽ ദൈവസഭയെ സ്നേഹിക്കാൻ, കരുതാൻ കൂടെ നിൽക്കുകയും
തന്നാലാവുന്നത് ചെയ്യുന്നു. അതുപോലെ നിജു ബ്രദറിൻ്റെ കാര്യം പറഞ്ഞു, ഒരിപ്പോഴും ആ ദൈവസഭയിലുണ്ട്, നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നു. അതൊരു ചെറിയ തുടക്കമാണെങ്കിലും ആ തുടക്കത്തെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുപോകും. അച്ചടക്കത്തോടെ പരസ്പര ബഹുമാനത്തോടെ മനസ്സിലാക്കി സഹകരിച്ച് വീഴ്ചകളോ കുറവുകളോ ബലഹീനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരസ്പരം ഉള്ളിൽ തന്നെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പൊതുസമൂഹത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ നല്ല ഒരു സാക്ഷ്യമാണിത്. സ്തോത്രം. കർത്താവിൻ്റെ ദാസനായതിനെക്കുറിച്ച് ആ മിനിസ്ട്രിയുടെ മുന്നോട്ടുള്ള പോക്ക്, അതിനകത്ത് പിന്നെ നിങ്ങൾ അനുഭവിച്ച ഏതെങ്കിലും പ്രത്യേക ത്യാഗങ്ങളോ വേദനകളോ ചലഞ്ചസുകളോ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം അത്ഭുതകരമായി ഇടപെട്ട് വലിയ വിടുതൽ തന്നു. അറിയാമല്ലോ, ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ നിൽക്കുക എന്ന് പറയുന്നത് കൃപയൊന്നു മാത്രമാണ്. ഒരു മനുഷ്യൻ്റെയും ബുദ്ധിക്ക് നടക്കത്തില്ല. അത് ദൈവിക പരിജ്ഞാനത്തോടും ദൈവകൃപയോടും നിലനിന്ന് അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശുശ്രൂഷയിൽ മുന്നേറാൻ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ ദാസനെ ഒരിക്കൽ ഒത്തിരി കാര്യങ്ങളുണ്ടാകും, ഒത്തിരി കാര്യങ്ങളുണ്ട്. എങ്കിലും അത് പ്രിസൈസായിട്ട് ഞാൻ ഷോർട്ടൻ ചെയ്ത് പറയാം. സഭ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അത് പലപ്പോഴും എൻ്റെ സഹശുശ്രൂഷകൻ സീനിയർ പാസ്റ്റർ ഡോക്ടർ വറീസ് മാത്യു ബിനുവായിട്ട് പലപ്പോഴും ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ശിവ പാസ്റ്ററോട് പറയണ്ട, കാരണം പറഞ്ഞാൽ എനിക്ക് വലിയ വിഷമം വരും. ചിലപ്പം ഈ നമ്മുടെ നാട്ടിൽ പറയുന്നല്ലോ ലോല ഹൃദയനായതുകൊണ്ടായിരിക്കാം ഇത് നിർത്തിക്കളഞ്ഞാലോ എന്ന് ചിന്തിച്ച പല സമയങ്ങൾ സഭയിലുണ്ടായിരുന്നു. എനിക്കങ്ങനെ എന്നാലും എങ്ങനെ പോകുമെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. കാരണം ഇവർ ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം അതും ദൈവത്തിൻ്റെ ഒരു കൃപ. പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഡൗൺ ആയിപ്പോയി. അപ്പം അതിനും ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഒരു കൃപ, അല്ലെങ്കിൽ മാനുഷികമായി പറഞ്ഞ ഒരു വിൽ പവർ, അത് നമ്മൾ ദൈവം നടത്തും. അപ്പോൾ ദാവീദ് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ ശൗലിൻ്റെ കൈ കൊണ്ട് മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ കാഴ്ചപ്പാടും ഒരു ദർശനം. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഈ സഭയുടെ ആരംഭം. അത് എടുത്തു പറയേണ്ടിയിരിക്കും. അത് അദ്ദേഹത്തിന് കിട്ടിയ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ അദ്ദേഹം അനുസരണമുള്ളവനായിരുന്നു അതും കൂടെ. അപ്പോൾ ചേർന്ന് ഇപ്പം ദൈവം നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം അതിനെ സഹായിച്ചു. ഇപ്പോൾ അതിൻ്റെ എല്ലാ പോഷക സംഘടനകളും വളരെ വിപുലപ്പെട്ടൊക്കെ പോയെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി കൺസ്ട്രെയിൻസ്, ഒത്തിരി പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെയൊക്കെ മറികടന്ന് വരുവാൻ ദൈവം നമ്മൾ പോലും അറിയാതെ ഞങ്ങളുടെ മേൽ പകർന്ന ഒരു അഭിഷേകം, കൂട്ടായും ഏക മനസ്സ്. അത് ചിലപ്പോൾ ഒക്കെ ഈ ഞാൻ കർത്താവിൻ ദാസൻ ഇവിടെ ഇല്ലാത്ത സമയത്തൊക്കെ ഞാനെല്ലാം ചോദിച്ച് ചെയ്യുന്ന ഒരു ശീലമായതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തോണ്ട് ഈശോ ഇല്ലല്ലോ എന്തോ ഇനി എങ്ങോട്ട് ചോദിക്കും, അങ്ങനെയൊക്കെ ഒരു അതും ഞാൻ എപ്പോഴും വിചാരിക്കുന്ന കർത്താവേ അത് നീ തന്നിരിക്കുന്ന ഒരു കൃപയാണ്. കർത്താവിൻ ദാസൻ അല്പസമയം നമ്മൾ അല്ലാതെ നമ്മുടെ കാഷ്വൽ ടോക്കിൽ പറഞ്ഞല്ലോ, ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസി നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് ഞങ്ങളുടെ ഈ ശുശ്രൂഷ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം, അതെല്ലാം ഇന്നും ഊഷ്മളമായി ഇന്നും പോകുന്നു. കർത്താവിൻ്റെ ദാസന് മാത്രമല്ല, ഈ മേൽപ്പറഞ്ഞ ആളുകളും ഇപ്പോൾ ഉള്ള ഞങ്ങളുടെ സഭാജനങ്ങൾ അവരെല്ലാം ഞങ്ങൾക്ക് അവരെ സ്നേഹിപ്പാനും, മിക്കവാറും എല്ലാവരും വളരെ പ്രായം കുറഞ്ഞവർ, അപൂർവം ചില 2-3 പേരേ ഉള്ളൂ പ്രായമുള്ളവർ, അവരെയൊക്കെ ഒരു പിതൃവാത്സല്യത്തോടെ കാണുവാനും അവർക്ക് കൈത്താങ്ങ് കൊടുക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ, നമ്മൾ പാട്ടുകളിൽ വൻകൃപയിൽ എന്നെ ഇന്നയോളം കാത്ത ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ ഈ നിങ്ങളുടെ ഈ കൂട്ടായ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം പ്രത്യേക ഒരു പദം കർത്താവിൻ്റെ ദാസൻ എടുത്തു പറഞ്ഞു, ഒരു പിതാവിൻ്റെ ഹൃദയം. എപ്പോഴും ഒരു ഇടയൻ്റെ ഹൃദയം ആടുകളോടുള്ളത് പൃഥുവാത്സല്യം, പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവിൻ്റെ സ്നേഹം അവരനുഭവിക്കുമ്പോഴാണ് അവർ സെക്യൂറാണ്, അവരെ കരുതാൻ വാത്സല്യം അവരോടുണ്ട്, സ്നേഹമുണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ഊഷ്മളമായ ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നുള്ള ബന്ധത്തിൻ്റെ ദൃഢത വരുന്നത്. അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ദൈവസഭയോട് ആത്മാർത്ഥയും സ്നേഹവും കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സഭാജനങ്ങൾ, വിശ്വാസി സമൂഹം ഭാഗ്യമുള്ളവരും കൂടെ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്കറിയാം പലയിടങ്ങളിലും പ്രശ്നസങ്കീർണമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഘട്ടങ്ങളിലൂടെ ദൈവസഭകൾ കടന്നു പോകുമ്പോൾ ഐക്യത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സഭയുടെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ദൈവകൃപയിൽ നിലനിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾ തമ്മിലുള്ള ഒരു വിശ്വാസവും ആദരവും സ്നേഹവും
ദൈവദാസന്മാർക്ക് കീഴടങ്ങിയിരിക്കുക, അവരെ പിതാക്കന്മാരെ പോലെ കാണുക, ഗുരുക്കന്മാരുടെ സ്ഥാനത്ത് അവരെ നിർത്തുക. ദൈവത്തിൻ്റെ വചനവും അത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് വിധത്തിലും അതൊരു വലിയ മാതൃകയായി പട്ടണങ്ങളിൽ നിങ്ങളത് കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളതിനെ ഓർത്ത് ഒത്തിരി പേർക്ക് ഇത് ഇവരുടെ കൂട്ടായ പ്രവർത്തനം ഒരു വലിയ മാതൃകയാണ്. ഇതൊരു എല്ലാ സഭകളിലും കൂട്ടുവിശ്വാസികളെയും സഹവിശ്വാസികൾ അതിനപ്പുറത്തേക്ക് ദൈവദാസന്മാർ തമ്മിൽ മുന്നോട്ട് വളർന്നു വരുന്നവർക്ക്, അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് കരം കൊടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ മുന്നോട്ട് വളരാൻ ആഗ്രഹിക്കുന്നവർക്കൊരു വിശാലമായ ഒരു മാതൃകാ ജീവിതം, മാതൃകാ വിശ്വാസ ജീവിതം ഇവർ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യം. അപ്പോൾ തന്നെ ദേവദാസനെ നിങ്ങളെ ഒത്തിരി കർത്താവ് ചെറിയ തുടക്കത്തിൽ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വളർത്തിയെന്നാണ് ദാസൻ പറഞ്ഞത്. പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ ഒന്ന് വിശദീകരിക്കാം. എന്തൊക്കെ കാര്യം? പ്രവർത്തനം നമ്മുടെ സഭയിൽ ഇപ്പോൾ നമുക്ക് സൺഡേ സ്കൂള് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെ തലമുറ യൂത്ത് മിനിസ്ട്രി ഉണ്ട്, സൺഡേ സ്കൂള്, യൂത്ത് മിനിസ്ട്രി, ഔട്ട്റീച്ച് മിനിസ്ട്രി ഉണ്ട്. അതിനെ ഓരോരുത്തരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനുള്ള ചുമതലക്കാർ അവർ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്നുണ്ട്, വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം. പിന്നെ ലേഡീസ് മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ വിഭാഗങ്ങൾക്കും അവിടെ മെൻസ് ഗ്രൂപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ഒരു കാര്യം, നമുക്ക് മിക്ക ദിവസവും ഞങ്ങൾക്ക് സെൽ ഗ്രൂപ്പ്സ് ഉണ്ട് ഓരോ ഏരിയയിലും. കാരണം ടൊറൻറ്റോ പോലെ ഒരു വലിയ പട്ടണത്തിൽ സ്കാറ്റേർഡാണ് എല്ലാവരും, പലയിടത്താണ് താമസം. പ്രത്യേകിച്ച് കോവിഡ് വന്നതിന് ശേഷം ഈ ടൊറൻറ്റോ പട്ടണത്തിൽ നിൽക്കുന്നത് ജീവിത സാഹചര്യം, സാമ്പത്തികമായ ഒത്തിരി പ്രയാസങ്ങൾ, വലിയ ചാലഞ്ചസ് ഉണ്ട്. ഒരു വീട് വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രയാസമുണ്ട്. അപ്പം ഗ്രാമങ്ങളിലേക്ക് ആളുകൾ പോയി. അതുമാത്രമല്ല, വീടിൻ്റെ വിലയുടെ കുറവ് മാത്രമല്ല, ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായി കോവിഡിൽ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാം. അതൊരു പ്രത്യേക കാര്യമാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ എവിടെയായാലും കുഴപ്പമില്ല. പക്ഷേ അപ്പോൾ തന്നെ സഭയിൽ വിവിധ പട്ടണങ്ങളിൽ നിന്ന് നിങ്ങളുടെ സഭയിലേക്ക് ആളുകൾ വരിക എന്നുള്ളത് ഒരു ചലഞ്ച് ആയിരിക്കുമ്പോൾ തന്നെ അവർക്ക് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി. അത് ഏരിയകളിൽ ഒരു ഏരിയ തിരിച്ച് ഒരു റീജിയനായിട്ട് തിരിച്ചിട്ട്. അവിടെ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എവറി ഡേ എക്സെപ്റ്റ് സാറ്റർഡേ എല്ലാ ദിവസങ്ങളിലും എവിടെയെങ്കിലും പല ക്ലസ്റ്റേഴ്സായിട്ടുണ്ട്. അവിടെ എല്ലാം സെൽ ഗ്രൂപ്പ് മീറ്റിംഗ്സ് നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു കാര്യം. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സാധാരണ ഗ്രൂപ്പ്സ് ഉണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഈ ലേഡീസ് ഗ്രൂപ്പ്, മെൻസ് ഗ്രൂപ്പിൽ നമ്മളൊരു വിഷയമിട്ടാൽ അവർ പ്രാർത്ഥിച്ചു, അവരതിൻ്റെ ഫലം കാണുന്നവരെയും കൺസിസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം സഭയിലുണ്ടെന്നുള്ളത് വളരെ വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണത്. അവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും അനുഗ്രഹിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥന സപ്പോർട്ട് തരുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഈ സഭയിലുണ്ടെന്നുള്ളത് വളരെ സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഒക്കെ അവരോട് ഇച്ചിരി കോപിച്ച്, ഒരു പിതൃവാത്സല്യമോ കോപിച്ചാലും ഞാൻ 1-2 പേരോടൊക്കെ പിന്നെ പോയി അപ്പോളജൈസ് ചെയ്ത് പറഞ്ഞു, ഒരിക്കലും പാസ്റ്റർ അത് പറയരുത്. കാരണം വെച്ചാൽ അങ്ങനെ പറയാൻ ആരെങ്കിലും നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നും. കാരണം നമ്മളവരെ അതുപോലെ സ്നേഹിക്കുന്നു, കർത്താവ് സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിപ്പാൻ കഴിയുന്നു എന്നുള്ളതും. അത് തീർച്ചയായിട്ടും പാസ്റ്ററെ, അങ്ങനെ നമ്മുടെ മക്കളാണെന്നുള്ളൊരു ബോധ്യം നമുക്ക് വരുമ്പം മക്കൾക്ക് എന്തെങ്കിലും ഒരു വ്യതിയാനം വരുമ്പോൾ അത് തിരുത്തി അവരെ ആ ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു അതിൻ്റെ കടമയും ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അപ്പോൾ അത് ഏറ്റെടുക്കുമ്പോൾ ആ സഹോദരങ്ങളിൽ നിന്ന് പാസ്റ്ററിന് തിരിച്ചു കിട്ടിയ റെസ്പോൺസ് ഇത് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു പ്രതിസ്നേഹത്തിൽ നിന്നാണ്. ശാസനയായാലും തിരുത്തലായാലും അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഗൈഡ് ചെയ്യുമ്പോൾ ഒരു അപ്പൻ്റെ ഹൃദയത്തോടെയാണെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം. അങ്ങനെ തന്നെ തുടരട്ടെ. അങ്ങനെ തന്നെ അത് ആ ബന്ധങ്ങളൊക്കെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതൊരു സഭാ സംവിധാനത്തിൽ ഒരു വീട് എങ്ങനെ റൺ ചെയ്യുന്നു അതേ ഡിസിപ്ലിൻ, സ്നേഹം, ഐക്യത, സഭയാം കുടുംബം എന്നാണ് പറയുന്നില്ലേ, സഭയാം കുടുംബം. അപ്പം നമ്മുടെ ഭവനം കഴിഞ്ഞ് പിന്നെ നമുക്ക് സഭ നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ആ തരത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും സ്പിരിച്വൽ ലെവലിലും അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് അനുഗ്രഹമാണ്. ഒരു സഭയിൽ വരുന്നവർക്കൊരു സെക്യൂറായ ഫീലിംഗ് ഉണ്ടാവും. ഞാൻ റൈറ്റ് പ്ലേസിലാണ് നിൽക്കുന്നത്, എനിക്കിവിടെ കരുതൽ കിട്ടുന്നു, സ്നേഹം കിട്ടുന്നു, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കൺസേണുകൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ തന്നെ സഭ
മുന്നോട്ട് പോകുമ്പോൾ സെൽ ഗ്രൂപ്പുകൾ ക്രമീകൃതമായി നടക്കുന്നു, മറ്റ് മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നമ്മുടെ ഹാർവസ്റ്റ് ടി വിയുടെ വ്യൂവേഴ്സിനോട് സഭാ സംവിധാനങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ആത്മീയ ഗോളം, പുതിയതായി വരുന്ന ശുശ്രൂഷക വൃന്ദങ്ങൾ, അവരെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത, സഭ എന്തായിരിക്കണം, ലോകത്തിന് സഭയെക്കുറിച്ചുള്ള ദർശനം എന്താണ്, അത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയൊരു ദർശനമുണ്ടല്ലോ. ആ ദർശനം, എല്ലാവരും യുണീക്ക് ശുശ്രൂഷകരാണ്, ഓരോരുത്തരുടെയും ദർശനങ്ങൾ വ്യത്യസ്തമാണ്. ഇതെല്ലാം വചനാടിസ്ഥാനത്തിലുള്ള ദർശനങ്ങളാണ് ഓരോരുത്തർക്കും. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തോട് സഭ എന്ന കാഴ്ചപ്പാട്, സഭയ്ക്കുള്ളിലെ ആത്മീയ ഐക്യത, പിന്നെ ലീഡർഷിപ്പിനെ കുറിച്ച്, അതിനെക്കുറിച്ചൊക്കെ പേഴ്സൺ എന്താ സംസാരിക്കുന്നത്? അത് ബേസിക്കലി എനിക്ക് എല്ലാ ദൈവദാസന്മാരോടും പറയാനുള്ള ഒരു കാര്യം, എവറി ചർച്ച് ഷുഡ് ബി ബൈബിൾ ഓറിയൻറ്റഡ് ചർച്ച്. ദൈവവചന അടിസ്ഥാനത്തിൽ ഉള്ളത് തന്നെ ആയിരിക്കണം. അതിന് ദൈവദാസന്മാർ വചനം കൃത്യതയോടെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന കാര്യം. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ വർഗീസ് മാത്യു, ഡോക്ടർ വർഗീസ് മാത്യു ഈസ് എ സ്കോളർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. വളരെ അടിസ്ഥാനപരമായി വളരെ ബേസിക്കായിട്ട് എല്ലാ ആഴ്ചകളിലും അദ്ദേഹം ഒരു സീരീസായിട്ട് എല്ലാം പഠിപ്പിക്കുകയും അത് ആളുകൾ പഠിക്കണമെന്നുള്ള രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്ത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ സഭയിൽ പൊതുവായിട്ടുണ്ട്. അത് ഈ സഭയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായി തീർന്നു എന്ന് പറയാം. അതെല്ലാ ദൈവദാസന്മാരും ഞങ്ങളുടെ സഭകളിൽ അത് കൃത്യതയോടെ പാലിക്കുകയാണെങ്കിൽ, ഒരു വചനമുള്ളിൽ ചെന്നാൽ വചനമാണ് ക്രിയ ചെയ്യുന്നത്. ദൈവവചനത്തിലൂടെ എഡ്യൂക്കേറ്റ് ചെയ്യുക, എംപവറിങ്, ക്രിസ്തുവിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഞാനെപ്പോഴും ഇങ്ങനെ എൻ്റെ ലെറ്ററൊക്കെ എഴുതുമ്പോൾ എൻ്റെ അടിയിൽ എഴുതും, എംപവേർഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, ഡ്രിവൺ ബൈ ദ കമ്പാഷൻ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കരുണയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നടത്തിപ്പും ഉണ്ടെങ്കിൽ ഈ വചനം കൃത്യമായിട്ട് നമുക്ക് അവരെ എത്തിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ കൃത്യതയോടുകൂടിയ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈസ്റ്റ് സെൻറ്റേർഡ് ചർച്ച ആയിരിക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സ്പിരിച്വൽ എത്തിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് ഇന്ന് പലയിടത്തും അത് നഷ്ടപ്പെടുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പല വാർത്തകളിലൊക്കെ കേൾക്കാറുണ്ട്. ബട്ട് ലെറ്റ് us not focus on that, let us focus on the ethics which our Lord taught us. കർത്താവ് നമ്മളെ പഠിപ്പിച്ച എത്തിക്സ് ഫോളോ ചെയ്യാനായിട്ട്, സ്പിരിച്വൽ ക്വാളിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡ് അത് കീപ്പ് ചെയ്യുക, സഭ കീപ്പ് ചെയ്യുക. അതെ, അത് കീപ്പ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ സഭ അത് കീപ്പ് ചെയ്യണമെങ്കിൽ ലീഡർഷിപ്പിൽ നിൽക്കുന്നവരാണ്, അതിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരും സഭയെ അത് പ്രാക്ടീസ് ചെയ്ത് അവരെ പഠിപ്പിച്ച് വളർത്തിയെടുക്കുന്നവരാണ്. അങ്ങനെ ഒരു വാക്യം കൂടെ ഞാൻ കോട്ട് ചെയ്യാം. കർത്താവ് യേശു മെശിഹ തിരുവായി മൊഴിഞ്ഞ അരുളി ചെയ്ത ഒരു വാക്യമാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. വളരെ നോട്ടീസബിൾ ആൻഡ് വെരി ക്രൂഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന്. അപ്പോൾ മനുഷ്യർ നമ്മുടെ നല്ല പ്രവൃത്തി കാണണം. നല്ല പ്രവൃത്തി കണ്ടിട്ട് ഞാൻ മുമ്പേ ഉദ്ധരിച്ച ആ വാക്യം പോലെ മൂടുപടം മാറിയെടുത്ത് കർത്താവിൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുക. അത് തന്നെ കർത്താവ് പറഞ്ഞു. ഇത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, കർത്താവ് പറഞ്ഞു നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടത്. അപ്പം നമ്മുടെ നല്ല പ്രവൃത്തികൾ അവർ കാണണം. മനുഷ്യർ കാണുന്ന എന്നെയാണ്, അല്ലെങ്കിൽ പാസ്റ്റർ ബാബു ജോർജിനെ, അല്ലെങ്കിൽ പാസ്റ്റർ വർഗീസ് മാത്യുവിനെയാണ്. അപ്പം അവർ ചോദിക്കുക, ഷുഡ് am I a good example to the people, to the public, to the congregation? എൻ്റെ സഭാജനങ്ങൾക്ക് ഞാൻ നല്ല മാതൃകയാണോ? വാക്ക്, പ്രവൃത്തി, ചിന്ത, സംസാരം, വികാരങ്ങൾ, ചലനങ്ങൾ പോലും മനുഷ്യർ നമ്മളെ ശ്രദ്ധിക്കും. എല്ലാ ദൈവദാസന്മാരും, കർത്താവിൻ ദാസൻ അറിയാമല്ലോ, സഭ ശുശ്രൂഷ ചെയ്യുന്ന ആളാണല്ലോ. വി ആസ് പാസ്റ്റേഴ്സ് വി ആർ ഓൾവേസ് ഇൻ ദ ലൈം ലൈറ്റ്. ആ ലൈറ്റ് എപ്പോഴും നമ്മളെ ഫോക്കസ് ചെയ്യും. പാസ്റ്റർ എന്ത് ചെയ്തു, പാസ്റ്റർ എന്ത് പറഞ്ഞു, പാസ്റ്ററിന്റെ വാക്കുകൾ, ഈവൻ ബോഡി ലാംഗ്വേജ് പോലും, പാസ്റ്ററിന്റെ ഡ്രസ്സിംഗ് പോലും ഡീസന്റ് ആയിരിക്കണം, മോഡസ്റ്റ് ആയിരിക്കണം, കൃപയോടുകൂടിയത് സംസാരം, ഉപ്പിനാൽ രുചി വരുത്തിയത്, പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കുക, ഇടപെടുക. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ കർത്താവിൻ ദാസനോടും വ്യൂവേഴ്സിനോടും ഓർമ്മിപ്പിക്കുന്നത്,
ഞാൻ എൻ്റെ സ്നേഹിതൻ ഹാർവസ്റ്റ് ടി വിയുടെ ബിബി ചാക്കോ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ മെൻറ്റേഡ് ആകണം, നല്ല മെൻറ്ററിങ് കിട്ടണം. ഡസൻറ്റ് മാറ്റർ വാട്ട് യുവർ ഏജ് ഇസ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ദേവദാസിൻ്റെ കീഴിൽ, ഗമാലിയലിൻ്റെ കീഴിൽ പാഠശാലയിലിരുന്ന് പഠിച്ചു. പാദപീഠത്തിലിരുന്ന് പഠിച്ചെന്നാണ് പഠിച്ചു. അപ്പം ഒരു ജൂവിഷ് കൾച്ചറാണ്. റബായിയുടെ കീഴിൽ താഴെ ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇദ്ദേഹം പീഠത്തിലിരിക്കും, അവർ താഴെ ഇരിക്കും. അപ്പം താഴെ ഇരുന്ന് പഠിക്കാനുള്ളൊരു താഴ്മയെടുക്കാൻ ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ദൈവദാസന്മാർ ഒന്ന് ശ്രദ്ധ കാണിച്ചാൽ ഈ പറയുന്ന പോരായ്മകൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ആളുകളെ മനസ്സിലാക്കുമ്പോൾ എത്തിക്സുകൾ സൂക്ഷിക്കുന്ന, ദൈവസഭയുടെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും പരിപാലിക്കപ്പെടാൻ വളരെ ശ്രദ്ധയോടെ ദൈവവേല ചെയ്യുന്നു. ഈ മെതിക്കുന്ന കാളയ്ക്ക് മൂക്കൊട്ട കെട്ടിട്ട്. അപ്പം അങ്ങനെ ഒരു ദൈവദാസൻ ദൈവസഭയിൽ ദൈവജനത്തിന് കിട്ടുക എന്നുള്ളതൊരു മഹാഭാഗ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാതെ ഉള്ള ഒരു ആത്മീയ ലോകത്ത്, ഗോളത്തിൽ വല്ലാത്ത ദുരുപദേശങ്ങൾ പടരുന്ന, അല്ലെങ്കിൽ വല്ലാത്ത പ്രാക്ടീസുകൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ എത്രമാത്രം നമ്മൾ ഉത്സാഹമുള്ളവരും ഉണർവുള്ളവരും ദൈവവചനത്തെക്കുറിച്ച് ആധികാരികമായ അറിവും ആ അറിവിനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ദൈവസഭയെ പഠിപ്പിക്കുകയും അവരുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണം പോലും ദൈവത്തിൻ്റെ സഭയിൽ ദൈവദാസന്മാരുടെ ജീവിതത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്രതികരണത്തിലൂടെ, പ്രവൃത്തിയിലൂടെ, യഥാർത്ഥത്തിൽ ശിവപാസ്റ്റർ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ശുശ്രൂഷയിൽ നമുക്ക് കുറവും ബലഹീനങ്ങളൊക്കെ ഉള്ളവരാണ്, മനുഷ്യരാണ്, നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജെനുവിനിറ്റി നമ്മൾ ശുശ്രൂഷിക്കുന്ന ജനത്തിന് മനസ്സിലാകുന്നെങ്കിൽ അവർ നമ്മളോട് എപ്പോഴും സഭയോട് നമ്മളോടൊക്കെ ഒരു ലോയൽറ്റി, അവർ ഫെയ്ത്ത്ഫുള്ളായി അവർ കൂടെ നിൽക്കും. അപ്പോൾ പരസ്പരം മനസ്സിലാക്കുകയാണ്, മനുഷ്യനാകുമ്പോൾ കുറവുണ്ടാകും, ബലഹീനതകളുണ്ടാകും. പക്ഷേ അതൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, അങ്ങ് നിങ്ങൾ അന്യോന്യം ക്ഷമിക്കുകയും പരസ്പരം കീഴടങ്ങിയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ശുശ്രൂഷക വൃന്ദത്തോട് യുവാക്കളായ ആളുകൾ കയറി വരുമ്പോൾ അവർക്കൊക്കെ ഇപ്പോഴത്തെ ഒരു മായക്കാഴ്ചകളിൽ പല പ്രതീക്ഷകളും ഉളവായി വരാനുള്ള സാധ്യതയുള്ള ലോകമാണ് നമ്മുടെ ഇപ്പോൾ. അപ്പോൾ കർത്താവിൻ്റെ ദാസന് പറയാനുള്ള ഒരു കാര്യം, ഈ ശുശ്രൂഷകരായി വരുന്നവരോട് അവർക്ക് അച്ചടക്കം ഉണ്ടാകണം. തീർച്ചയായിട്ടും. രണ്ട്, അവർ ഒരു ഗുരുവിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവാണ് നമ്മുടെ മഹാഗുരു. അപ്പോൾ തന്നെ പൗലോസ് പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ അനുകരിപ്പിക്കും. അപ്പം അനുസരണത്തോടെ അനുകരിച്ച തിമോത്തിയോസ് ഉണ്ട് അല്ലേ? അനേക തിമോത്തിയോസുമാർ ദൈവസഭകൾ എഴുന്നേറ്റ് വരണമെങ്കിൽ അച്ചടക്കത്തോടും കീഴടങ്ങി അനുസരണയോടെ ആ ദൈവദാസൻ്റെ കുറവുകളെ ഹൈലൈറ്റ് ചെയ്യുകയല്ല, ബലഹീനതകളെ കുറിച്ച് വിളിച്ചു പറയല്ല, നഗ്നത പ്രദർശിപ്പിക്കുന്നവരായിട്ടല്ല, ശുശ്രൂഷയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെ മനസ്സിലാക്കിയിട്ട് അവർ കീഴടങ്ങി ഒരു പഠിതാവ് എന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത്, കർത്താവിൻ്റെ മാതൃക എന്തോ ആ മാതൃകയിൽ നമ്മൾ വളർന്നു വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കണം എന്നല്ലേ ദിവസം. അതെ. അങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിച്ചോട്ടെ. ഞാൻ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ചോദിച്ചു, പാസ്റ്റർ അങ്ങനെ പറഞ്ഞാൽ അതെങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞു. വേറൊരു കോണ്ടെക്സ്റ്റ് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇപ്പോൾ താങ്കളെ പോലെ ഒരാൾ എന്നോട് മുമ്പേ പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ സംസാരിച്ചാൽ മറുപടി പറയത്തില്ലെന്നും കേട്ടോളാമെന്നും അതിനെ തിരിച്ച് മറുപടി പറയത്തില്ലെന്നും ഞാൻ എഴുതി ഒപ്പിട്ട് കർത്താവ് സ്വർഗത്തിൽ കൊടുത്തിട്ടാണ് ഈ പണിക്ക്, ഈ തൊഴിലിന് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതിരുന്നാൽ ഞാൻ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്തു. നിങ്ങൾ പറഞ്ഞതിന് ഞാൻ മറുപടി പറഞ്ഞാൽ അപ്പോഴും ഞാൻ കോൺട്രാക്റ്റ് വയലേറ്റ് ചെയ്തു. അപ്പം അത് വയലേറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കണം, നിങ്ങൾ പറയുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാതിരിക്കണം. അത് ഞാൻ സ്ട്രിക്റ്റായിട്ട് കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നീട് ആ ആൾ എന്നോട് പറഞ്ഞു, ഒരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ പലരോടും ഞാൻ പറഞ്ഞത് താങ്കളും അത് പ്രാക്ടീസ് ചെയ്യുന്നതല്ലായിരിക്കും, പാസ്റ്റർ ആണോ എന്നില്ല, വേറൊരാൾ പറഞ്ഞാൽ കേട്ടോളാമെന്നും. അപ്പോൾ വേറൊരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ എല്ലാം പാസ്റ്റർമാർ പറയുന്നത് അനുസരിക്കണം എന്നുള്ളതല്ല, അവർ അനുസരിക്കേണ്ടതായ രീതിയിലായിരിക്കണം നമ്മുടെ പ്രതികരണം. അബ്സല്യൂട്ട്ലി. നമ്മളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെന്ന വ്യക്തിയല്ല, ഒരു ടൈറ്റിൽ, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അഭിഷേകത്തിൻ്റെ ടൈറ്റിലിനെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ മാന്യതയ്ക്കും ആ സ്റ്റാൻഡേർഡിനും അത് നിലനിർത്തി വേണം നമുക്ക് അവരോടുള്ള പ്രതികരണവും. അപ്പം ഇത് ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സ്പിരിച്വലായ അല്ലെങ്കിൽ വാലിഡായ
വാല്യുബിളായ കൺസേണുകളെ പോസിറ്റീവായി എടുക്കുകയും യെസ്, അതിന് ആ നിലയിൽ പരിഹാരം നിർദ്ദേശിക്കുകയും അത് പരിഹരിക്കാൻ നമ്മളാൽ ആവുന്ന ശ്രമിക്കുകയും ചെയ്യുന്നെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി വരും. നമുക്ക് ആ റെസ്പെക്റ്റ് കിട്ടുന്നു, നമ്മളെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നു. ഒരു ഗുരുവാണ് എൻ്റെ, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ വെൽവിഷറാണ്, എൻ്റെ ആത്മീയമായി എന്നെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നെ ശാസിച്ചത്, വഴക്ക് പറഞ്ഞതിൻ്റെ ബോധ്യം അവർക്ക് ഉണ്ടാകുമ്പോൾ ഇതൊരു പരസ്പര ബന്ധത്തിൻ്റെ, ഇതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുക മാത്രമല്ല അത് പ്രദർശിപ്പിക്കുന്നവരും കൂടെ ആയിരിക്കണം. അതായത് തീരാൻ ദൈവം മാന്യ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു ജോണുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഒത്തിരിയേറെ ആത്മീയ സത്യങ്ങളെയും ദൈവത്തിൻ്റെ സഭയുടെ പ്രവർത്തന രീതികളെയും തൻ്റെ ജീവിതാനുഭവങ്ങളെയൊക്കെ പ്രേക്ഷകരോട് അദ്ദേഹം ഹൃദ്യമായി സംസാരിക്കുവാൻ ഒരുമിച്ച് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പങ്കെടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് പാസ്റ്റർ. താങ്ക് യു. പട്ടണത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.